നമ്മുടെ വീടെടുത്തു കഴിഞ്ഞാൽ വീടിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേജർ സാധനമാണ് നമ്മുടെ വീടിൻ്റെ ഡോറുകൾ എന്ന് പറയുന്നത്. തണുപ്പുകാലം വന്നു കഴിഞ്ഞാൽ തടിക്കും, വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ അത് ചുരുങ്ങും എന്നൊക്കെ പറയുന്ന ഈ ഒരു നോർമലായിട്ട് വുഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദ്യമേ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റിബേറ്റഡ് ഷട്ടേഴ്സ് എന്നുള്ളതാണ്. ജർമ്മൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹിഞ്ചസ് ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാക്സിമം സൈസസ് എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ ഹൈറ്റ്സിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. ബേസിക്കലി ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡിയന്റിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെസ്റ്റ്മാർക്ക് ഏതായാലും നമുക്ക് അഷ്യൂർ ചെയ്തിട്ടുള്ളത് 60 minute ഈസി ഇൻസ്റ്റാളേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ്മാർക്ക് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടെടുത്തു കഴിഞ്ഞാൽ വീടിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേജർ സാധനമാണ് നമ്മുടെ വീടിൻ്റെ ഡോറുകൾ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് ഡോറുകൾ യൂസ് ചെയ്യാനുണ്ട്. നമ്മുടെ മെയിൻ ഡോർ, നമുക്ക് ഏറ്റവും സ്ട്രെങ്ത്തും സെക്യൂരിറ്റിയും ഡ്യൂറബിലിറ്റിയും ഒക്കെ വേണ്ട ഒരു ഡോർ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഡോറുകളാണ്. അതായത് നമ്മൾ പുറം ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്ന ഡോറുകൾ, അതായത് നമ്മുടെ ഫ്രണ്ട് ഡോറ്, അതുപോലെ തന്നെ നമ്മൾ റിയർ സൈഡിലുള്ള ഡോറ്, ടെറസിൽ വരുന്ന ഡോറുകൾ, നമ്മുടെ കോട്ടയാട്ടിലേക്കോ മറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ വരുന്ന ഡോറുകൾ, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആൻഡ് സെക്യൂരിറ്റി വേണ്ട ഡോറുകൾ അതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സെക്യൂരിറ്റി വേണ്ടെങ്കിൽ പോലും നമ്മുടെ എസ്തെറ്റിക്കലി ഒക്കെ എന്താ പറയുക, നമ്മൾ ഡിസൈനിനെ സ്യൂട്ട് ചെയ്ത് പോകുന്നതും നല്ല ഡ്യൂറബിൾ ആയിട്ടും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊക്കെ ഡോറുകളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഒരേ സമയം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റിലേക്കുള്ള ഡോറുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർപ്പം തട്ടാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അതിനെ ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരു വെന്റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം അല്ലെങ്കിൽ മൊത്തം ഒരു ഹ്യൂമിഡിറ്റി നിറയാനുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഹ്യൂമിഡിറ്റി നിറയാനുള്ള ഒരു ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഡോറുകളായിരിക്കും നമുക്കൊരു വീട്ടിലേക്ക് മെയിനായിട്ട് വേണ്ടി വരിക. നമ്മുടെ ആറ്റിക് ലാബിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫാക്ടറികൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ AC ബ്ലോക്ക്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഫാക്ടറി, ഇങ്ങനെ പല ഫാക്ടറീസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെയും ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡോർ മേക്കിംഗ് ഒരു ഫാക്ടറിയിലാണ് നമ്മളുള്ളത്. ഞാനീ പറഞ്ഞ വെസ്റ്റ്മാർക്ക് ഡോർസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബാംഗ്ലൂരിലുള്ള ഫാക്ടറിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പലതരത്തിലുള്ള ഡോറുകൾ ഉണ്ടാക്കുക, ആ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസും അതിൻ്റെ ഈ ക്വാളിറ്റീസും ഒക്കെ എങ്ങനെയാണ് അവർ ആ ഡോറിന് ഉണ്ടെന്നുള്ളത് അവർ മേക്ക് ഷുവർ ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിലേക്കോ ഒക്കെ യൂസ് ചെയ്യാം. നമുക്കും അതിൻ്റെ ഒരു ക്വാളിറ്റിനെ കുറിച്ചൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ ബാംഗ്ലൂർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആർക്കിടെക്ചറും ആറ്റിക് ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഡോറിന് വേണ്ട പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഏതൊരു ഡോർ എടുത്തു കഴിഞ്ഞാലും നമുക്കതിന് ഒബ്വിയസ്ലി അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്താണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മളത് യൂസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വെതർ കണ്ടീഷൻസും ആയിട്ടുള്ള, അതായത് തണുപ്പുകാലം വന്നു കഴിഞ്ഞാൽ തടിക്കും, വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ അത് ചുരുങ്ങും എന്നൊക്കെ പറയുന്ന ഈ ഒരു നോർമലായിട്ട് വുഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല ഇൻസുലേഷൻ വേണം. നമുക്ക് പുറത്തുള്ള സൗണ്ടിനെ ആയാലും ചൂടിനെ ആയാലും ഡസ്റ്റിനെയൊക്കെ ആയാലും നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും നമ്മുടെ ഡിസൈൻ അല്ലെങ്കിൽ എസ്തെറ്റിക്സിന് മാച്ച് ചെയ്യുന്ന കുറച്ച് ഫിനിഷസോ ഫിറ്റ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ ഡോർ എന്ന് പറയുന്ന സാധനം ഒരു അടിപൊളി സാധനമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ വെസ്റ്റ്മാർക്ക് ഡോറുകൾ എങ്ങനെയാണ് ഈ ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യണത്, എന്തൊക്കെയാണ് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, നമ്മളൊരു ആർക്കിടെക്റ്റിനെ വിളിച്ച് നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യിക്കുന്നത് നമ്മൾ ഒത്തിരി ഡീറ്റെയിലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എനിക്കിവിടെ തോന്നുന്നത് അങ്ങനെയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ ഡോർ ഫ്രെയിംസ് ആൻഡ് ഷട്ടേഴ്സ്, അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും എടുത്തിട്ട് എങ്ങനെയാണ് ഈ ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഈ ഡോറുകൾക്ക് ഉണ്ട് എന്നുള്ള അവർ മേക്ക് ഷുവർ ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ വെസ്റ്റ്മാർക്ക് ഡോസിൻ്റെ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റിബേറ്റഡ് ഷട്ടേഴ്സ് എന്നുള്ളതാണ്. നോർമൽ ഷട്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് വരാറ് അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള റിബേറ്റഡ് ആയിട്ടുള്ള ഷട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെക്കൻഡ്ലി ഉള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹിഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷണൽ ഹിഞ്ചസ് അല്ല, ജർമ്മൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹിഞ്ചസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, നിങ്ങൾ ഈ ഒരു ഷട്ടർ കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു റിയൽ വുഡ് ഫീലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് CPL വിനീഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് റിയൽ വുഡ് ഫീലും ആ ഒരു ടച്ച് ആൻഡ് ഫീലൊക്കെ നമുക്ക് ആ റിയൽ വുഡ് ഫീലിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിബേറ്റഡ് ഡിസൈനിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ ഗ്രൂവ്സിൽ
ഇത്തരത്തിലുള്ള ഒരു റബ്ബർ ഇൻസുലേഷൻ വെച്ചിട്ടുണ്ട്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള അക്വസ്റ്റിക് ഇൻസുലേഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോറും ഫ്രെയിമും തമ്മിലുള്ള ഒരു 2 mm അല്ലെങ്കിൽ 1 mm ഒക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതിൽ കൂടെയുള്ള AC ലോസ് നമുക്ക് ഒഴിവാക്കാനായിട്ടും അതുപോലെ തന്നെ ഡസ്റ്റ് ഇൻസുലേഷനും നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി സെക്യൂരിറ്റിക്ക് വേണ്ടി വെസ്റ്റ്മാർക്ക് ഡോറുകൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡോർ ഷട്ടർ ഇതൊരു പ്രീമിയം ഡോർ ഷട്ടർ ആണ് ഇവരുടെ. അതിൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള 2 ലോക്സ് വരുന്നുണ്ട്. കാരണം ഇത്രയും ലെങ്ത് വരുന്നതുകൊണ്ട് 2 സൈഡിലും ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഡബിൾ ലോക്സ് വരുന്നുണ്ട്. അഡീഷണലി നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ അഡീഷണൽ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ, ഒരു നോബും അതിൽ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സെയിം സാധനം നമുക്കിവിടെ മുകളിൽ വന്നാൽ ഇവിടെയും വന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ മുകളിലും വന്നിട്ടുണ്ട്. അതായത് എൻ്റയർ ഡോറിനെ നമുക്ക് മാക്സിമം ഫ്രെയിമുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഷട്ടർ എന്ന് പറയുന്നത് അലുമിനിയം സാൻഡ്വിച്ച്ഡ് ആണ്. ഞാൻ നമ്മുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അതായത് ഇവിടെ ഉള്ള ഇതിൻ്റെ മെറ്റീരിയലിന് അഡീഷണൽ ആയിട്ട് നമുക്ക് അലുമിനിയം വെച്ചിട്ട് സാൻഡ്വിച്ച് ചെയ്തിട്ട് അഡീഷണൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 70 kg ആണ്. 70 കിലോ ആണ് ഈ ഒരു ഷട്ടറിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ജർമ്മൻ ഇമ്പോർട്ടഡ് ഹിഞ്ചസ് ആണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള റിബേറ്റഡ് എഡ്ജസ് ഉള്ളതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഇവിടെ ആ ഒരു വാഷർ ഉള്ളതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് ഡോറിനെ കണ്ടോ ഈ രീതിയിൽ ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നോർമൽ ഡോർ സൗണ്ട് സമയത്ത് അടയുന്ന സമയത്ത് എന്തായാലും ഒരു ടെക് സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ടൊക്കെ ഇതിൽ റെഡ്യൂസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടഡ് ഹിഞ്ചസ് ഈ കാണുന്ന രീതിയിലാണ്. അപ്പോൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഹിഞ്ചസ് ഒത്തിരി സ്ക്രൂസും കാര്യങ്ങളും ആ ഹിഞ്ചസിൻ്റെ പ്രൊജക്ഷൻ കാണുന്നതിന് പകരം നമുക്ക് എസ്തെറ്റിക്കലി ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹിഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ആ ഹിഞ്ചസ് ആണ് ഇത്രയും വെയിറ്റുള്ള ഡോറിനെ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ലൈനപ്പിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ഡിസൈൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. വെസ്റ്റ്മാർക്കിന്റെ ടൈപ്സ് ഓഫ് ഡോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓഫ്സെറ്റ് ഡോറാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു വലിയ ഷട്ടറും ഒരു ചെറിയ ഷട്ടറുമാണ്. ഈ ഷട്ടർ നമുക്ക് ഈ രീതിയിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളും കൂടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കൺസീൽഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ഹിഞ്ചസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് നമുക്ക് ഈ രീതിയിൽ അൺലോക്ക് ചെയ്യാം. ആ സെയിം ഒരു ലോക്ക് നമുക്ക് താഴെയും വന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഷട്ടർ വേണമെങ്കിൽ ഈ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ആവശ്യമുള്ള ഇല്ലാത്ത സമയത്ത് നമുക്കിത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറിനെ ഈ ഒരു ഡോറിലേക്കായിരിക്കും നമ്മൾ ലോക്ക് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഇതൊരു ഫ്രണ്ട് ഡോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ താഴെയും മുകളിലും നമുക്ക് ലോക്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു കൈൻഡ് ഓഫ് ഡോർ നോക്കാം. വെസ്റ്റ്മാർക്കിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് ഈ പറയുന്ന സെക്യൂരിറ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ഓണും എന്താ പറയുന്നത് അത് ഒഴിവാക്കുകയും ചെയ്യണത്. നമുക്കിപ്പോൾ ബെഡ്റൂം ഡോർസിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അലുമിനിയം സാൻഡ്വിച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്രയും സെക്യൂരിറ്റി നമുക്ക് ബെഡ്റൂം ഡോറുകൾക്ക് വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 സൈഡ് നമുക്ക് ബീഡിങ് വേണമെങ്കിൽ കൊടുക്കണം. നേരത്തെ പറഞ്ഞ അക്വസ്റ്റിക് ഇൻസുലേഷൻ ഒക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഫ്ലോറിൽ ഇത്തരത്തിലുള്ള ഒരു ത്രെഷോൾഡ് കൂടെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ത്രെഷോൾഡാണ് ഇവിടെ ബോട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 സൈഡും നമുക്ക് പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അടുത്തൊരു സെറ്റ് ഓഫ് ഡോർ നിങ്ങളോട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോറിന് ബേസിക്കലി ഇതിൻ്റെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡെക്കറേറ്റീവ് ഒരു പോർഷൻ, ഒരു പാനൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ചുകൂടെ സ്ലീക്കർ ആയിട്ടുള്ള ഒരു ത്രെഷോൾഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ വെസ്റ്റ്മാർക്കിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ വെസ്റ്റ്മാർക്ക് ഡോസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് നോക്കാം. ബേസിക്കലി ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയും കളേഴ്സാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇത് ശരിക്കും ഒരു വുഡൻ വെനീർ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് അഗെയിൻ എനിക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുള്ള അറിഞ്ഞൂടാ. അപ്പോൾ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ യൂക്കലിപ്റ്റസ്, നാച്ചുറൽ ഓക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ വാൾനട്ട് ഷെയ്ഡ് ഉണ്ട്. ഇതെല്ലാം ഈ ഷെയ്ഡെല്ലാം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വന്നാൽ ഒരു ആഷ് വുഡ് ഷെയ്ഡ്, വൈറ്റ് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റെയിൻഡ് വാൾനട്ട് എന്ന് പറഞ്ഞിട്ട് ഈ സെയിം വാൾനട്ടിനെ കുറച്ചുകൂടെ ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക് വന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഡാർക്ക് ഓക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡിലുമാണ് നമുക്ക് ഈ ഡോർസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ റിബേറ്റഡ് ഡോർ ആയതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രെയിമിന് പാരലായിട്ടല്ല നമ്മുടെ ഈ ഷട്ടർ ഇരിക്കുന്നത്. ഫ്രെയിമിന് കുറച്ചൊരു പ്രൊജക്ഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് എസ്തെറ്റിക്കലി കാണാൻ നല്ല രസമുണ്ട്. കാരണം മൊത്തത്തിലൊരു ഫ്രെയിമും അതിലൊരു പ്രൊജക്ഷൻ ആയിട്ടൊരു ഡോർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിബേറ്റിങ്ങും നമ്മുടെ അക്വസ്റ്റിക് ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സീലിംഗിൽ തന്നെയാണ്, അതായത് സീൽഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഡോർ ഫ്രെയിംസ് നിൽക്കുന്നത്. അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ആമസോൺ പ്രൊഡക്റ്റാണ്. പക്ഷേ എന്താ സംഭവം നല്ല രസമുണ്ട് കണ്ടോ.
ഇത്തരത്തിലുള്ള ഒരു ആക്സറി ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തു പോകുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രമേ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളത് അറിയാൻ. അപ്പോൾ ഏതായാലും ഈ ഒരു റിബേറ്റഡ് സാധനം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വെസ്റ്റ്മാർക്കിൻ്റെ ഡിസൈൻ ഡോർസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള പാനൽ ഡോർസ്, ആ പാനലിൽ നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ഇൻസേർട്ട് വെക്കാം, ഒപ്പേക്ക് ആയിട്ടുള്ള ഇൻസേർട്ട്സ് വെക്കാം, നമുക്ക് ഇത്തരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ അതിനൊന്നും ഒരു അഡീഷണൽ കോസ്റ്റ് വരില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇവിടുന്ന് ഇവരുടെ ഒരു ടീം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ഒരു ഡിസൈൻസ് നമുക്ക് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസ് സ്പേസിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ലെങ്ത്തിൽ ഒരു ഗ്ലാസ് വരുന്ന പോർഷൻ ഉണ്ട്. സിമിലർ ആയിട്ട് ഫുള്ളായിട്ട് പാനൽസ് മാത്രം വരുന്ന ഡോറുകളുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2 പാനലും ഗ്ലാസ് വരുന്ന ഡോർസും ഉണ്ട്. ജനറലി നമ്മൾ വുഡും വിനീറും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഡോറും പാനലിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡിൻ്റെ കളറും വിനീറിൻ്റെ കളറും നമ്മളിങ്ങനെ എങ്ങനെയൊക്കെ മാച്ച് ചെയ്യാൻ ശ്രമിച്ചാലും ചെറിയൊരു എന്താ പറയുക, അത് റിയൽ വുഡും വിനീറൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് വെസ്റ്റ്മാർക്ക് ഡോർസ് നമുക്ക് അഷ്വർ ചെയ്യുന്ന കാര്യം, അപ്പാർട്ട് ഫ്രം ഇത് റെസിഡൻഷ്യൽ വിട്ട് നമ്മൾ കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ അപ്പാർട്ട്മെൻറ്റ്സോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പാനലിങ്ങും ഡോറും എല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് വെസ്റ്റ്മാർക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഇവരുടെ CPL വിനീഴ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓഫർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഡോറിൻ്റെ ഫ്രെയിം അതിനുശേഷമുള്ള ഇത്തരത്തിലുള്ള പാനലിംഗ് ഒക്കെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജോയിന്റ് എവിടെയെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ സീംലെസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതും ഈ ഒരു വെസ്റ്റ്മാർക്കിൻ്റെ ഈ പ്രൊഡക്റ്റിൽ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഡിഫറെൻ്റ് ആയി തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാക്സിമം സൈസസ് എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ ഹൈറ്റ്സിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ വെസ്റ്റ്മാർക്ക് ഡോർസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഡബിൾ ഷട്ടർ ഡോർസും നമുക്ക് ചെയ്യാം. നമ്മൾ സിംഗിൾ ഷട്ടറിൽ കണ്ട എല്ലാ ഡിസൈനും പാറ്റേണും നമുക്ക് ഡബിൾ ആക്കി ഇതിൽ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ ഏതൊക്കെ വിഡ്ത്തിലും ഹൈറ്റിലും ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. സിംഗിൾ ഷട്ടർ ആണെങ്കിൽ നമുക്ക് 750 mm to 1200 mm വരെ, അതായത് 750 mm തൊട്ട് 1200 mm വരെയുള്ള വിഡ്ത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ 7 feet to 10 feet വരെ ഹൈറ്റിൽ നമുക്ക് സിംഗിൾ ഷട്ടേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഡബിൾ ഷട്ടേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് 1350 mm, അതായത് 1350 mm to 2400 mm, അതായത് 2400 mm വിഡ്ത്ത് വരെയാണ് നമുക്കിത് മാക്സിമം ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഷട്ടർ ആണെങ്കിൽ നമുക്ക് 7 feet to 8 feet വരെ മാത്രമായിരിക്കും നമുക്ക് ഇതുവരെ അവരുടെ ഈ ഒരു ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് എടുത്തു കഴിഞ്ഞാൽ ഡോറിൻ്റെ ഷട്ടറിൻ്റെ തിക്നെസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 to 45 mm തിക്നെസ് വരെയാണ് ഇതിൻ്റെ ഒരു ഷട്ടറിൻ്റെ തിക്നെസ് വരുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരിക്കൽ പോലെങ്കിലും വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോറുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കട്ടിങ്ങോ ക്രോപ്പിങ്ങോ ഒക്കെ നമ്മുടെ മേസണറി വാൾസിൽ ചെയ്യേണ്ടി വരും. കാരണം ഇത് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ആ മെഷർമെന്റിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് കറക്റ്റ് ചെയ്യാനായിട്ട് അത്തരം പണികൾ വേണ്ടി വരും. അപ്പോൾ വെസ്റ്റ്മാർക്ക് ഏതായാലും നമുക്ക് അഷ്വർ ചെയ്തിട്ടുള്ളത് 60 minute ഈസി ഇൻസ്റ്റാളേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ്മാർക്ക് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റയർ നമ്മുടെ ഫ്രെയിം സിസ്റ്റം, അതുപോലെ തന്നെ ഷട്ടേഴ്സും വരുന്നത്. ഈ ഷട്ടറിൽ തന്നെ നിങ്ങളൊന്ന് അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ റാപ്പ് അറൗണ്ട് ഫ്രെയിം എന്നാണ് വെസ്റ്റ്മാർക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ വാളിനെ കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വാളിലുള്ള ചെറിയ തിക്നെസ്സോ അല്ലെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ് വെസ്റ്റ്മാർക്ക് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഷട്ടേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ടേഴ്സിലേക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജർമ്മൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിഞ്ചസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും സ്ക്രൂ ഫ്രീ ആണ്. ഈ രീതിയിൽ നേരെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഹിഞ്ചസിലേക്ക് നേരെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹിഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ വെസ്റ്റ്മാർക്ക് ഡോർസിൽ എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്ത കാര്യം ഇത്രയാണ്. ഇത്തരത്തിലുള്ള ഇൻസുലേഷൻസ് ഒക്കെ വരുന്നത് കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു കാറിന്റെ ഡോറൊക്കെ അടയ്ക്കുന്നത്. നമുക്കറിയാം കാറിന്റെ ഡോർ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു അക്കസ്റ്റിക് പ്രൂഫിംഗ് നമുക്ക് നമ്മുടെ കാറിനകത്ത് കിട്ടാറുണ്ട്. ആ സെയിം സാധനം തന്നെയാണ്. കാരണം എല്ലാ സൈഡ്സിലും ഇത്തരത്തിലുള്ള റിബേറ്റിംഗ് വന്നു, ഇത്തരത്തിലുള്ള വോയിസ് ഇൻസുലേഷൻസ് വന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഷട്ടേഴ്സിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻസേർട്സ് ഡെക്കോർസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ അടയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം സൈലന്റ് ആയിട്ടുള്ള ഒരു ക്ലോസിങ്ങും നമുക്ക് നമ്മുടെ ഈ ഒരു ഷട്ടേഴ്സിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹിഞ്ചസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ 180 ഡിഗ്രിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഹിഞ്ചസ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജർമ്മൻ ഇമ്പോർട്ടഡ് ഹിഞ്ചസ് ആണ്. അപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള മൊത്തം സ്ക്രൂ അടിക്കുന്ന പോലത്തെ ഹിഞ്ചസ് അല്ല, ഈ ഒരു രീതിയിലാണ്
നമുക്ക് ഇതിൻ്റെ ഹിഞ്ചസ് വരുന്നത്. കണ്ടോ, ഇത് ഈ രീതിയിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ വെച്ച് ടൈറ്റൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇത്തരത്തിലുള്ള ഹിഞ്ചസ് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് ഒരു 70 to 80 kg വരുന്ന നമ്മുടെ പ്രീമിയം ഡോർസൊക്കെ ഈ സെയിം ഹിഞ്ചസ് വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വെസ്റ്റ്മാർക്ക് ഡോർ ബേസിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡോറിൻ്റെ, നമ്മുടെ വാളിൻ്റെ അടുത്ത ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ റാപ്പ് അറൗണ്ട് ഫ്രെയിംസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്രെയിംസ് ഇതിനെ റാപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഹാർഡ്വെയർസ്, അതായത് നമ്മുടെ ജർമ്മൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹിഞ്ചസ് എന്നൊക്കെ പറഞ്ഞത് ഈ രീതിയിൽ വെക്കുന്നത്. നമ്മുടെ ഡോർ ഈ രീതിയിലായിരിക്കും ഈ ഷട്ടർ ഓപ്പൺ ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിനെ റാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന റാപ്പ് അറൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ഫ്രെയിംസ്. അപ്പോൾ നമ്മുടെ വാളിലൊക്കെ എന്തെങ്കിലും ചെറിയ തിക്നെസ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ രീതിയിൽ നമുക്ക് ആ ഒരു തിക്നെസ് ഡിഫറൻസ് നമുക്ക് നമ്മുടെ വാള് കട്ട് ചെയ്യാതെയും ചിപ്പ് ചെയ്യാതെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ സെയിം സാധനം നമുക്ക് വിത്തിലും ചെയ്തെടുക്കാൻ പറ്റും. ഒരു 40 mm ഒക്കെ തിക്നെസ്സിൽ നമുക്കിതിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു മൈക്രോ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് നമ്മുടെ വാള് കാര്യങ്ങൾ ചിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു സെക്ഷൻ, ഈ ഒരു ഡോറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സെക്ഷൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രെയിമിനെ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഇത് കണ്ടോ, ഈ റിബേറ്റിങ്ങും നമ്മുടെ ഈ ഒരു അക്കോസ്റ്റിക് ഇൻസ്റ്റലേഷനും ഒക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഈ രീതിയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് നമ്മുടെ ഈ വാളിലുള്ള എന്താ പറയുക ചെറിയ മൈക്രോ എന്താ പറയുക ഡിഫറൻസിനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുത്ത് ഈ രീതിയിലായിരിക്കും നമ്മുടെ ഡോറിൻ്റെ ഫിറ്റിംഗ് അല്ലെങ്കിൽ ഷട്ടറിൻ്റെ ഫിറ്റിംഗ് വരുന്നുണ്ടാവുക. ഇനി ഇതിലൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഒരു വാൾ ഫ്രെയിം തിക്നെസ് ഉണ്ടല്ലോ, ഈ ഒരു ഫ്രെയിമിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം അതിനൊരു മിനിമം ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ എൻറ്റയർ വാൾ തിക്നെസ്സിൽ, അതായത് 8 ഇഞ്ച് അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ ഒക്കെ വീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ സിമിലർലി നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടുന്നുള്ളത് നോക്കാം. നമുക്കിവിടെ 80 mm തൊട്ട് 340 mm വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് 8 സെൻറ്റിമീറ്റർ മുതൽ 34 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരെ നമുക്ക് ഇതിൻ്റെ ഈ വാൾ തിക്നെസ് അല്ലെങ്കിൽ വാൾ ഫ്രെയിം തിക്നെസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൈക്രോ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ സ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ ഈ വെസ്റ്റ്മാർക്ക് ഡോർസ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വെസ്റ്റ്മാർക്ക് ഡോർസ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്ത് വരുന്നത് എന്നുള്ളതൊന്ന് കാണാം. കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ജർമ്മൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെഷീനറീസിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് BWP ഗ്രേഡിലുള്ള പ്ലൈവുഡ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ടെർമൈറ്റ് റെസിസ്റ്റൻ്റ് ആണ്, വെതർ പ്രൂഫാണ്, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബേസിക് റോ മെറ്റീരിയൽ നമുക്ക് വേണ്ട സൈസസിൽ കട്ട് ചെയ്തെടുത്ത് അതിനെ നമ്മുടെ CPL വിനീസ് വെച്ച് പ്രോപ്പറായിട്ട് ഫാക്ടറി പ്രസ്സിങ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിതിൻ്റെ ഷട്ടേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിംസ് എല്ലാം ഉണ്ടാക്കി എടുക്കുന്നത്. നമ്മുടെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഡോർസിന് അലുമിനിയം സാൻഡ്വിച്ച് ഒരു പ്രൊട്ടക്ഷനും കൂടെ, അതായത് നമ്മൾ ഷട്ടർ എടുത്തു കഴിഞ്ഞാൽ ഷട്ടറിന് അഡീഷണൽ ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരു അലുമിനിയം ഷീറ്റ് സാൻഡ്വിച്ചും കൊടുക്കുന്നുണ്ട്. അതൊരു അഡീഷണൽ സെക്യൂരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിംസിലും അതുപോലെ തന്നെ ഷട്ടേഴ്സിലും നമുക്ക് നമ്മുടെ ഹാർഡ്വെയർസ്, അതായത് നമ്മുടെ ജർമ്മൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹിഞ്ചസും ഇതിലേക്ക് വേണ്ട ഹാർഡ്വെയർസ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂസ് എല്ലാം അതായത് ഒരു ഫാക്ടറി സെറ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ അതിനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. എന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഡോർ നമ്മുടെ നേരെ അസംബ്ലിക്കായിട്ട് വരുന്നത്. അപ്പോൾ അസംബ്ലിക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്രെയിംസ് സെപ്പറേറ്റും അതുപോലെ തന്നെ ഷട്ടേഴ്സ് സെപ്പറേറ്റും ആയിട്ടായിരിക്കും വരിക. അതിനകത്ത് എല്ലാ തരത്തിലുള്ള ഹാർഡ്വെയർസും ഹിഞ്ചസും ഒക്കെ ചെയ്യുന്നതിനുള്ള ഹോൾസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നേരെ വന്ന് നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നമുക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഇതിൻ്റെ ലെങ്ത് ആൻഡ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഓൺ സൈറ്റിന് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഒരു 60 മിനിറ്റ്സിനകത്ത് ഈസി ആയിട്ട് നമ്മുടെ വെസ്റ്റ്മാർക്ക് ഡോർസ് നമ്മുടെ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെസ്റ്റ്മാർക്ക് ഡോർസിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫാക്ടറിയിൽ വന്ന് ഇവരുടെ ഒരു സ്റ്റുഡിയോയിൽ വന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഓൾറെഡി നമ്മുടെ ഈ വെസ്റ്റ്മാർക്ക് ഡോർസ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആളുകൾക്ക് ഞാൻ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ ഇവരുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഇന്ദിരാനഗറിലുള്ള സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതിനും നിങ്ങൾ നേരെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോൺടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലോ കോൺടാക്ട് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഈ ഒരു വെസ്റ്റ്മാർക്ക് ഡോർസ് അല്ലെങ്കിൽ വെസ്റ്റ്മാർക്കിൻ്റെ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഫാക്ടറി വിസിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള എന്താ പറയുക വിസിറ്റുകളൊന്നും നമ്മൾ വിടാറില്ല. സോ ദാറ്റ് നമുക്കൊരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒത്തിരി അധികം ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അടുത്ത വീഡിയോ നമുക്ക് കാണാം.